ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് യോഗം ചേരുക. KR സാജു ചേരുന്നുണ്ട്. സാജു, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു, യോഗം വിളിക്കുന്നു. ആരൊക്കെ യോഗത്തിലുണ്ടാകും? എങ്ങോട്ടാണ് കേസ്? ധനവകുപ്പിന്റെ പരിശോധനയിൽ തന്നെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രി തലത്തിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ധനകാര്യ മന്ത്രി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നായിരിക്കും ഈ യോഗത്തിൽ നടക്കുന്ന ആലോചനകൾ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് നേരത്തെ തന്നെ C&AG അടക്കം ഈ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാര്യം സർക്കാരിന് മുന്നിൽ എത്തിച്ചിരുന്നു. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പരിശോധനയിൽ ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. ആ ക്രമക്കേടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമൊക്കെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഒപ്പം തന്നെ BMW കാർ ഉപയോഗിക്കുന്നവർ, 2000 സ്ക്വയർ ഫീറ്റിലധികം വലിയ വീടുകളിൽ താമസിക്കുന്നവർ, ശീതീകരിച്ച മുറികളുള്ള വീടുകളിൽ താമസിക്കുന്നവർ അടക്കമുള്ളവർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നതടക്കമുള്ള സുപ്രധാനമായ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ പെൻഷൻ പ്രക്രിയയെ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രക്രിയയും അതിന്റെ വിതരണത്തെയും എങ്ങനെ കുറ്റമറ്റതാക്കാം എന്നതിനെ കുറിച്ചുള്ള പരിശോധനകളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. കർശന നടപടികൾ വേണമെന്ന നിലപാട് ധനവകുപ്പ് സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി ഇടപെടുന്നതിലൂടെ നമുക്കറിയാം ഈ സർക്കാർ ജീവനക്കാർക്കെതിരായ നടപടിയിൽ ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. എന്ത് നടപടി എടുക്കും എന്നുള്ളത്, ഈ ക്രിമിനൽ കേസ് എടുത്ത് ഈ കേന്ദ്രീകൃത അന്വേഷണം തയ്യാറാകാത്തൊരു വകുപ്പ് നടപടി എടുക്കട്ടെ എന്നൊക്കെയുള്ളൊരു ധനവകുപ്പിന്റെ നിലപാടുണ്ട്. അതിലൊരു മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഗുരുതര കുറ്റങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറിയെന്ന് പോകും. പക്ഷേ ആ ഗുരുതര കുറ്റങ്ങളിലേക്ക് കൂടി പോകണം എന്നുള്ള തീരുമാനമായിരിക്കുമോ മുഖ്യമന്ത്രി യോഗത്തിലെടുക്കാൻ പോകുന്നത്? ഈ യോഗത്തിൽ കർശനമായ നടപടികളിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകൾക്കും ഇപ്പോൾ ക്രമക്കേട് നടത്തി എന്ന് കണ്ടെത്തിയിട്ടുള്ളവരുടെ പട്ടിക കൈമാറുന്നു. ആ പട്ടിക പരിശോധിച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ വകുപ്പ് തല നടപടികളിലേക്ക് പോകും. മറ്റു വ്യക്തത വരാനുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശക്തമായ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് എന്ന കാര്യം ഇപ്പോൾ അല്പസമയം മുമ്പ് ധനമന്ത്രി KN ബാലഗോപാൽ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടികയിൽ ഒരു ശുദ്ധീകരണം നടത്തുക എന്നുള്ളതാണ്. ആ ശുദ്ധീകരണം എത്രത്തോളം കാര്യക്ഷമമായി നടക്കും എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഇനി ഈ ഘട്ടത്തിൽ ലഭ്യമാവേണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ, അതായത് ഈ പെൻഷൻ കൈപ്പറ്റുന്ന ഓരോരുത്തരുടെയും അവരുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കഴിയാൻ പാടില്ല എന്ന സുപ്രധാനമായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നറിയണമെങ്കിൽ കാലോചിതമായ പരിശോധനകൾ നടക്കണം. അതായത് ഒരു കൃത്യസമയത്തിന്റെ ഇടവേളകളിൽ പരിശോധന നടക്കൽ അനിവാര്യമാണ് എന്ന വിലയിരുത്തലിലേക്ക് ധനവകുപ്പ് എത്തിച്ചേർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ അതിന് തദ്ദേശ വകുപ്പ് കൂടി ചേർന്ന് മാത്രമേ നടത്താൻ കഴിയുള്ളൂ. കാരണം അത് താഴെ തട്ടിൽ നിന്നുള്ള പരിശോധനകളിലൂടെ നടത്തിക്കൊണ്ടുവരേണ്ടതാണ്. അത് എത്രത്തോളം സാധ്യമാകും, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്ന കാര്യത്തിലാണ് സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത്. വ്യാജരേഖ നൽകാൻ ഈ റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒത്താശയുണ്ടോ എന്നതിലേക്ക് ഒരു അന്വേഷണം ഇനി പോകാൻ മുഖ്യമന്ത്രി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ ഇനി സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി ഏതൊക്കെ തലത്തിലുള്ള അന്വേഷണങ്ങളാണ് എന്നുള്ളത് അത് ഓരോന്നതിൻ്റെയും മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് എടുക്കേണ്ട തീരുമാനമാണ് എന്ന നിലപാടാണ് ധനവകുപ്പിനുള്ളത്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ആ ക്രമക്കേട് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് പണം തിരികെ പിടിക്കുകയും വകുപ്പ് തല അച്ചടക്ക നടപടികൾ എടുക്കാനുള്ള ആദ്യ തീരുമാനവും ഉണ്ടായത്. പക്ഷെ കോട്ടക്കൽ അടക്കമുള്ള കാര്യത്തിൽ അത്തരത്തിൽ ഇത്രയും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടർച്ചയായി കൈപ്പറ്റി എന്ന ചോദ്യത്തിന് അവിടെ ഉദ്യോഗസ്ഥ